Hello students, now we come to the necessary part of Tietze characterization or Tietze extension theorem, which is concerned with the normality. In the necessary part, we assume that the space X is normal and we have to prove that space normal is an assumption. We have to prove that for every closed subset of X, a subset of X closed eduthalum, we have to prove that every continuous real valued function from A, f from A to R continuous ആണെങ്കിൽ എന്താ there exists capital F from A to R അല്ല X to R continuous and capital F of X equal to small f of X for all X element of A. അപ്പോൾ ഏത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് പ്രൂവ് ചെയ്യുന്നത് ഏത് റിയൽ വാല്യൂഡ് ഫംഗ്ഷനും അല്ല, റിയൽ ലൈനിൻ്റെ ഒരു പാർട്ടിലേക്ക്. ഇതിന് പകരം -1 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെല്ലിലേക്ക്. ഇത് റിയൽ വാല്യൂഡ് ആണ്, പക്ഷെ ഏത് റിയൽ വാല്യൂവും എടുക്കാം എന്ന് വരുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, എക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോഴും അത് ആറിലേക്കല്ല, -1 എക്സ്റ്റെൻഡ് ചെയ്യാം എന്നൊരു തീറമാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ആ തീറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഇത് ടീസ് എക്സ്റ്റൻഷൻ തീറം. നമുക്ക് അതിൽ പ്രൂവ് ചെയ്യേണ്ട ഏത് കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് സെറ്റിനെയും സ്പേസ് എക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളതിന് പകരം ക്ലോസ്ഡ് ഇന്റർവൽ -1 ക്ലോസ്ഡ് സെറ്റിൽ നിന്ന് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് റിയൽ വാല്യൂഡ് ആണ്, പക്ഷെ റിയൽ വാല്യൂസ് മുഴുവൻ എടുത്തിട്ടില്ല. അതിനെ നമുക്ക് ക്ലോസ്ഡ് ഇന്റർവൽ -1 വാല്യൂ എടുക്കുന്ന എക്സിൽ നിന്നുള്ള ഫംഗ്ഷനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നാണ് ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്ന തീറം. അതിൽ നിന്ന് ക്ലോസ്ഡ് ഇന്റർവൽ -1 പകരം ഓപ്പൺ ഇന്റർവൽ -1 നമ്മൾ തീറത്തെ മോഡിഫൈ ചെയ്യുന്നു. ഓപ്പൺ ഇന്റർവൽ -1 എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇന്റർവൽ ആണ്. ആ ഓപ്പൺ ഇന്റർവൽ -∞ എവരി ഓപ്പൺ ഇന്റർവൽ ഹോമിയോമോർഫിക്. അപ്പൊ -∞ റിയൽ ലൈനിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതാണ് നമ്മുടെ ലോജിക്. റിയൽ ലൈന് പകരം -1 നമ്മൾ പറഞ്ഞ തീറവും നോർമൽ സ്പേസിനാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ തീറത്തിന്റെ നെസസറി പാർട്ടാണ്. നോർമൽ സ്പേസിൽ നമുക്ക് അങ്ങനെ ഫംഗ്ഷൻ ഉണ്ടാക്കി എടുക്കുന്നതാണ് തീറം. അപ്പോൾ ഈ തീറം നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം. Let A be a closed subset of the normal space X and suppose f from A to R ന് പകരം A to -1 is continuous. Closed interval -1 is continuous. Then there exists a continuous function capital F from X to A ൽ നിന്ന് Xലേക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തു. X to -1 തന്നെ വാല്യൂ എടുക്കത്തുള്ളൂ. ക്ലോസ്ഡ് ഇന്റർവൽ -1 such that its values are same as the values of small f in A. Extension of the function to capital X. അപ്പോൾ A വാല്യൂസ് സെയിം ആയിരിക്കണം. അല്ല ഇങ്ങനെ കണ്ടീഷൻ എഴുതാം. f of x equal to small f of x for all x element of A. നോർമൽ സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്പേസ് നോർമൽ ആണ്. അപ്പോൾ അതാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. സ്പേസ് നോർമൽ ആണ് എന്നുള്ളത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് സ്പേസിലെ രണ്ട് ക്ലോസ്ഡ് സെറ്റ്സ് എടുത്തേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്പേസ് എക്സിലെ രണ്ട് ക്ലോസ്ഡ് സെറ്റ്സിന് വേണ്ടി ഈ തിയറത്തിന്റെ പ്രൂഫിലേക്ക് നമ്മൾ പോവുകയാണ്. സ്പേസ് നോർമൽ ആണ് എന്ന് അപ്ലൈ ചെയ്യണം. അതിന് സ്പേസിലെ രണ്ട് ക്ലോസ്ഡ് സെറ്റ്സ് എടുക്കും. അത് നമ്മൾ പ്രത്യേക തരത്തിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. B1 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് എ. ഇപ്പോൾ നമ്മളുടെ കൺസിഡറേഷനിലുള്ളത് ഒരു ക്ലോസ്ഡ് സെറ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സച്ച് ദാറ്റ് f of x എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും. -1 വാല്യൂസ് എടുക്കത്തുള്ളൂ. അതിൽ തന്നെ f of x less than or equal to -1/3 വരുന്ന fx less than or equal to -1/3 അതിന് കറസ്പോണ്ടിങ് അതിവിടെ, അതിന് കറസ്പോണ്ടിങ് fx ഇവിടെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള x അടുത്ത് x എലമെന്റ് ഓഫ് എ എന്ന് പറയുന്ന സ്പേസ് എക്സിന്റെ സബ്സെറ്റ്. അപ്പോൾ സ്പേസ് എക്സിന്റെ ക്ലോസ്ഡ് സെറ്റ് ഫോം ചെയ്യാൻ എയുടെയും ഒരു സബ്സെറ്റ് ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലോസ്ഡ് ഇന്റർവൽ -1 ഉണ്ട്. അതിൽ -1/3 ഇവിടെ വരും. ഇവിടെ ഒരു 1/3 നമുക്ക് ഇനിയും ആവശ്യം വരും. അപ്പോൾ -1/3 താഴെ എഫ് ക്ലോസ്ഡ് സെറ്റ് എയിൽ നിന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. -1/3 താഴെ fx ഉള്ളത്. fx താഴെ എന്ന് പറഞ്ഞാൽ ഒത്തിരി താഴേക്കില്ല. fxന്റെ വാല്യൂ ക്ലോസ്ഡ് സ്മോൾ f ആണ്. ക്ലോസ്ഡ് ഇന്റർവൽ -1 മാത്രമേ ഉള്ളൂ.
അപ്പോൾ -1 വരെ പോകത്തുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എഫ് ഓഫ് എക്സ് ഇവിടെയാണ്. എഫ് ഓഫ് എക്സ് എലമെന്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/3. ഈ സ്ഥലത്ത് മാത്രമേ എഫ് എക്സിന്റെ വാല്യൂസ് വരത്തുള്ളൂ. അങ്ങനെ നോക്കിയാൽ അത് എഫ് വെച്ചുള്ള ഒരു ഇൻവേഴ്സ് ഇമേജ് ആണെന്ന് പറയാം. എഫ് ഇൻവേഴ്സ് ഓഫ് -1 -1/3 എന്ന് നമുക്ക് പറയാം. എഫ് ഇൻവേഴ്സ് ഓഫ് -1 -1/3. So this is a closed set, inverse image of a closed set. So it is closed. Inverse image of an open set open under a continuous function pole. Inverse image of a closed set closed under a continuous function. അപ്പോൾ ഇൻവേഴ്സ് ഇമേജ് ഓഫ് എ ക്ലോസ്ഡ് സെറ്റ് എന്നുള്ള രീതിയിൽ നമുക്കിതിനെ ക്ലോസ്ഡ് എന്ന് പറയാം. അപ്പോൾ അത് വിത്ത് റെസ്പെക്ട് ടു റിലേറ്റീവ് ടോപ്പോളജി ഓൺ എ ആണ്. എയിലെ പോയിന്റ്സ് നമുക്കിവിടെ വന്നിട്ടുള്ളൂ. അങ്ങനെയും വേണമെങ്കിൽ അതിനെ അങ്ങനെയും ഇന്റർപ്രറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു റിലേറ്റീവ് ടോപ്പോളജി ഓൺ എ. ഇൻവേഴ്സ് വരുമ്പോൾ എയിലേക്കാ വരുന്നത്. നമ്മളിപ്പോൾ എയിലേ പറഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെ അതിനെ നമ്മൾ മനസ്സിലാക്കണം. ദെൻ C1, another closed set. We are going to define set of all x element of A such that f of x greater than or equal to 1/3. f of x 1/3 കൂടുതലാകുന്ന പോയിന്റ്സ് f ആണ്. അപ്പോൾ 1/3 സ്റ്റാർട്ട് ചെയ്യും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f ഇൻവേഴ്സ് ഓഫ് 1/3. എവിടെ വരെ പോകും? എഫ് എക്സിന്റെ വാല്യൂസ് 1 വരെ പോകത്തുള്ളൂ. ഇതും ഒരു ക്ലോസ്ഡ് ഇന്റർവെലിന്റെ ഇൻവേഴ്സ് ഇമേജ് ആണ്. പോയിന്റ്സ് ഓൺ എ എടുത്തുള്ളൂ. ഇപ്പോൾ റിലേറ്റീവ് ടോപ്പോളജി ഓൺ എയിൽ നമ്മൾ ഇൻവേഴ്സ് ഇമേജ് ഓഫ് ക്ലോസ്ഡ് സെറ്റ് ആണ് ഇപ്പോഴും നോക്കിയത്. അതുകൊണ്ട് ഇത് ഒരു ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് എക്സിന്റെ ക്ലോസ്ഡ് സെറ്റ് ആണ്. അപ്പൊ എക്സിലെ ടോപ്പോളജി എന്താണോ അതിനെ നമ്മൾ എയിലേക്ക് റിലേറ്റീവൈസ് ചെയ്യും. എയിലെ നമ്മുടെ ഈ ഫംഗ്ഷൻ സ്മോൾ എഫ് ഉള്ളൂ. എയിലേക്ക് റിലേറ്റീവൈസ് ചെയ്യുവാണ്. അപ്പോൾ എയിലെ പോയിന്റ്സ് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. എഫ് ഓഫ് എക്സ് -1/3 താഴെയാകുന്ന, താഴെ എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ എഫ് ആണ്, ഒരുപാട് താഴേക്കില്ല. -1 വരെ പുറകിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് -1 -1/3 ആണ് നമ്മൾ ഈ എടുത്തിരിക്കുന്ന B1. അങ്ങനെ അത് ക്ലോസ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇൻവേഴ്സ് ഇമേജ് ഓഫ് ഓപ്പൺ സെറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഓപ്പൺ എന്നുള്ള റിസൾട്ട് പോലെ ഇൻവേഴ്സ് ഇമേജസ് ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ക്ലോസ്ഡ് എന്നുണ്ട്. അങ്ങനെ B1 ക്ലോസ്ഡ് ആണ്, C1 ക്ലോസ്ഡ് ആണ്. ഇങ്ങനെ രണ്ട് ക്ലോസ്ഡ് സെറ്റ്സിനെ നമ്മൾ പരിഗണിക്കുന്നു. B1ഉം C1ഉം ക്ലോസ്ഡ് ആണ്. Then what about B1 intersection C1? B1 intersection C1നെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നുണ്ടോ? B1 F inverse of -1 -1/3. C1 ഈ പാർട്ടാണ്. F inverse ഇതല്ല, ഇതിന്റെ ഇൻവേഴ്സ് ഇമേജ്. C1 എന്ന് പറയുന്നത് 1/3 1ന്റെ ഇൻവേഴ്സ് ഇമേജ്. അപ്പോൾ ഈ രണ്ട് ഇന്റർവെൽസ് -1 1/3 ക്ലോസ്ഡ് ഇന്റർവെൽ, -1 -1/3 ക്ലോസ്ഡ് ഇന്റർവെൽ, 1/3 1 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെൽ. ഇവർക്ക് കോമൺ ആയിട്ട് പോയിന്റ്സ് ഒന്നും ഇല്ല, ഗ്യാപ്പ് ഉണ്ട് 3. ഈ രണ്ട് ഇന്റർവെൽസിന്റെ ഇന്റർസെക്ഷൻ എം ഡി ആണ്. സോ എഫ് ഇൻവേഴ്സ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. -1 -1/3 ഇന്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് 1/3 1 ഈക്വൽ ടു 5 ആയിരിക്കും. പക്ഷെ എഫ് ഇൻവേഴ്സ് ഓഫ് -1 -1/3 എന്ന് പറയുന്നത് B1 ആണ്. B1 ഇന്റർസെക്ഷൻ C1 ഈക്വൽ ടു 5. ഇത്രയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. സിൻസ് ദീസ് ആർ ഇൻവേഴ്സ് ഇമേജസ് ഓഫ് ഡിസ്ജോയിന്റ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് റിയൽ ലൈൻ B1 ഇന്റർസെക്ഷൻ C1 ഈക്വൽ ടു 5. ക്ലിയർലി B1 ഇന്റർസെക്ഷൻ C1 ഈക്വൽ ടു 5 എന്ന് നിങ്ങളുടെ നോട്ടിൽ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആകുന്നത് ഇങ്ങനെയാണ്. ഈ രണ്ട് ഇന്റർവെൽസിന് കോമൺ പോയിന്റ്സ് ഇല്ല. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് ഇമേജസ് ആണ് B1ഉം C1ഉം. അപ്പൊ അതിനും കോമൺ പോയിന്റ്സ് ഇല്ല. അപ്പൊ B1 ഇന്റർസെക്ഷൻ C1 എം ഡി ആണ്. B1ഉം C1ഉം ക്ലോസ്ഡ് ആണ്. Closed subsets of the real line disjoin. So, not of the real line, closed subsets of the space X disjoin. So, we can apply space is normal, definition of normality, or we are going to apply space normal ആണെങ്കിൽ നമ്മൾ നേരത്തെ യൂറിസോൺസ് ലെമ്മയുണ്ട്. യൂറിസോൺ ക്യാരക്ടറൈസേഷൻ ഓഫ് നോർമാലിറ്റി ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബൈ യൂറിസോൺസ് ലെമ്മ, ക്യാരക്ടറൈസേഷൻ ഓഫ് നോർമാലിറ്റി ബൈ യൂറിസോൺസ് ലെമ്മ തന്നെ കിട്ടും. ഡെഫിനിഷൻ ആണെങ്കിൽ ഒരെണ്ണത്തിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ്, അടുത്തതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്, അവർ ഡിസ്ജോയിന്റ് ആയിരിക്കും. സ്പേസ് നോർമൽ ആണെന്ന് പറഞ്ഞത്. നോർമൽ ആണെങ്കിൽ നോർമാലിറ്റിയുടെ ക്യാരക്ടറൈസേഷൻ അപ്ലൈ ചെയ്യാം. യൂറിസോൺസ് ലെമ്മ നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ്, അത് അപ്ലൈ ചെയ്യാൻ പോവാണ്. There exists a continuous function
കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇപ്പോൾ ഒരു എഫ് നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് നമ്മൾ അടുത്തതിനെ F1 എന്നാണ് വിളിക്കുന്നത്. There exists a continuous function F1 from നോർമാലിറ്റി എക്സിനാണ് അപ്ലൈ ചെയ്യുന്നത് ടു 0, 1 നമ്മൾ യൂറിസോൺ ക്യാരക്ടറൈസേഷൻ ഒരു സെറ്റിൽ ക്ലോസ്ഡ് സെറ്റിൽ 0യും മറ്റേ ക്ലോസ്ഡ് സെറ്റിൽ 1 ഉപയോഗിച്ചു. അതിന് പകരം ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ഉപയോഗിക്കാം. 0യും 1ഉം പറഞ്ഞപ്പോൾ നമ്മൾ 0യും 1ഉം എൻ പോയിന്റ്സ് ആയിട്ട് ഉപയോഗിച്ചു. നമ്മളിപ്പോൾ -1/3യും 1/3യും 0യുടെയും 1ന്റെയും പൊസിഷനിൽ ഉപയോഗിക്കാൻ പോവാണ്. There exists a continuous function F1 from x to -1/3 to 1/3 such that F1 of x equal to 0 എന്ന് പറയുന്നതിന് പകരം -1/3 on a set. -1/3 for x element of B1. B1ന് -1/3 ആയിട്ട് ഇച്ചിരി ബന്ധമുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കാൻ പോവാം. 0യും 1ഉം എന്നല്ല, 2 ഡിഫറെന്റ് വാല്യൂസ് എന്ന് യൂറിസോൺസ് ലെമ്മയിൽ എഴുതിയാൽ മതി. അത് ഏറ്റവും നല്ലത് എന്നുള്ള നിലയിൽ നമ്മൾ 0യും 1ഉം എഴുതുന്നേ ഉള്ളൂ. ഡിഫറെന്റ് ആയിട്ടുള്ള ഏത് 2 വാല്യൂസും എടുത്ത് നമുക്ക് യൂറിസോൺസ് ലെമ്മയിൽ പറയുന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാമായിരുന്നു. ആൻഡ് F1x ഈക്വൽ ടു 1ന് പകരമായിട്ട് നമ്മൾ 1/3 ഉപയോഗിക്കുന്നു ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് C1. B1ലെ പോയിന്റ്സിന് -1/0 എന്നുള്ളത് പോലെ തന്നെ -1/3യും C1ലെ പോയിന്റ്സിന് 1/3യും എടുക്കുന്നു. ഒരു ഫംഗ്ഷൻ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ യൂറിസോൺസ് ലെമ്മ വഴി എക്സിസ്റ്റ് ചെയ്യും. നൗ we are going to prove another result about modulus of f of x minus f1x. നമുക്ക് f from a to -1 ഉണ്ട്. f1x നമ്മൾ xൽ നിന്ന് -1/3 1/3യിലേക്ക് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ആണ്. മോഡുലസ് ഓഫ് fx മൈനസ് f1x നമുക്ക് ഡിഫൈൻ ചെയ്യാം. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? fxന്റെ വാല്യൂസ് എവിടെ കിടക്കും? -1 1ൽ കിടക്കും. f1xന്റെ വാല്യൂസ് ഒന്നുകിൽ -1/3 ആണ്, അല്ലെങ്കിൽ 1/3 ആണ്. ഇതൊന്നും അല്ലാത്തടത്ത് 0 ആണ്. അപ്പോൾ f1xന്റെ വാല്യൂസ് എവിടെയാണ് കിടക്കുന്നത്? -1 തുടങ്ങി 1 വരെ. fxന്റെ വാല്യൂസ് ഒന്നെങ്കിൽ -1/3 അല്ലെങ്കിൽ 1/3 എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ fx മൈനസ് f1x കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ fxന്റെ വാല്യൂസ് ഇപ്പോൾ നമ്മളുടെ B1 -1/3ക്ക് താഴെ ഇതൊരു ഭാഗം, പിന്നെ x B1ലാകുന്നു അല്ലെ, x B1ലാകുന്നു, ഇത് x C1ലാകുന്നു. ഇനി x B1ലും C1ലും അല്ല, പക്ഷെ അതിനിടയ്ക്ക് -1/3 തുടങ്ങി 1/3 വരെയുള്ള പോയിന്റ്സിൽ ഫംഗ്ഷൻ ഫ്രം a to -1 1. അപ്പൊ അത്രേ ഉള്ളൂ. -1 1 a എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഇമേജ് ഓഫ് -1 1 ആയിട്ട് കിട്ടണം. അപ്പൊ fx മൈനസ് f1x x B1ലാകുമ്പോഴും x C1ലാകുമ്പോഴും B1ലും C1ലും അല്ലാത്തപ്പോൾ ഈ ഭാഗത്താണ്. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. x B1ലാണെങ്കിൽ fxന്റെ വാല്യൂ എന്നാ? x B1ലാണെങ്കിൽ B1 എന്ന് പറഞ്ഞാൽ f ഇൻവേഴ്സ് ഓഫ് -1 1/3. fx എന്ന് പറയുന്നത് ഇതാ -1 തുടങ്ങി -1/3 വരെ. x B1ലാണെങ്കിൽ f1xന്റെ വാല്യൂ എന്നാ? x B1ലാണെങ്കിൽ f1x നമ്മൾ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. f1x എന്ന് പറയുന്നത് -1/3 ആണ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് മോഡുലസ് നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാ പറയാൻ പോകുന്നത്. മാക്സിമം ഡിഫറൻസ് എങ്ങനെ വരും? -1/3 ആണ് f1xന്റെ വാല്യൂ. മാക്സിമം ഡിഫറൻസ് വരണമെങ്കിൽ ഇതുമായിട്ടുള്ള ഡിഫറൻസ് -1ഉം -1/3യും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് 2/3യിലേക്ക് വരും. -1 മൈനസ് ഓഫ് -1/3 -1 പ്ലസ് 2/3. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാം. -1/3 മൈനസ് ഓഫ് -1 എടുക്കാം, -1/3 പ്ലസ് 1 എന്നാകും 2/3. ഒരു കേസിൽ അത് -2/3യും മോഡുലസ് എടുത്തേക്കുന്നത്, നമ്മൾ 2/3 എന്ന് പറയും. ഇനി ഈ കേസിലാകുമ്പോൾ fxന്റെ വാല്യൂ ഈ ഇന്റർവെല്ലിൽ, fx ഈ ഇന്റർവെല്ലിൽ, ഈ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ, f1xന്റെ വാല്യൂ അത് C1ലെയാണ്. f1xന്റെ വാല്യൂ നമുക്ക് 1/3 എന്നാണ്. f1x 1/3 ആണ്. അപ്പോൾ ഡിഫറൻസ് നോക്കിക്കേ, f1x എപ്പോഴും 1/3, fxന്റെ വാല്യൂ ഈ ഇന്റർവെല്ലിൽ എവിടെ വേണമെങ്കിലും കിടക്കാം. അപ്പൊ അവര് തമ്മിലുള്ള ഡിഫറൻസ് 1/3 1/3 വരുമ്പോൾ 0. നമ്മൾ മാക്സിമം പറയാൻ പോകുന്നത് 1ഉം 1/3 വരുമ്പോൾ 2/3. 1ഉം 1/3 പറയുമ്പോൾ 1 - 1/3 എടുക്കാം, 1/3 - 1 എടുക്കാം. എങ്ങനെ എടുത്താലും 2/3യിൽ താഴെ. ഇനി ഇവിടെ ആകുമ്പോൾ ഈ നടുക്കത്തെ ഇന്റർവെല്ലിലാകുമ്പോൾ f1xന്റെ വാല്യൂ എന്തായി? f1x ഈക്വൽ ടു 0. f1x രണ്ടു തരത്തിലേ ഉള്ളൂ. B1ലും C1ലും വരുമ്പോഴേ f1xന്റെ വാല്യൂ പറഞ്ഞിട്ടുള്ളൂ, അല്ല അതോടത്തൊക്കെ 0 എന്നാണ് അതിനർത്ഥം. f1x 0 ആണ്. f1x 0 ആണ്. fx എവിടെ കിടക്കും? -1/3 തുടങ്ങി 1/3 വരെ. അപ്പൊ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് 1/3 - 0. മാക്സിമം വരുന്നത് 1/3 - 0 -1/3 - 0.
അത് 1/3 ആയിട്ടാണ് കിട്ടുന്നത്. എന്തായാലും അത് 2/3യേക്കാളും താഴെയാണ്. മറ്റിടത്ത് രണ്ടിടത്ത് 2/3യേക്കാളും താഴെ, ഇവിടെ 1/3യേക്കാളും താഴെ. 2/3 ആണ് അതിൽ കൂടുതൽ വലുതായിട്ടുള്ളത്. fx - f1x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3.